പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾക്ക് സ്വീകരണം നൽകിയ ചടങ്ങിനെ വിമർശിച്ച് സൂര്യ കൃഷ്ണമൂർത്തി. ഭാരതത്തെ അപമാനിക്കുന്ന പരാമർശം നടത്തിയവരെ സ്വീകരിച്ച ക്യൂബയുടെ നടപടി തെറ്റായെന്നും വിമർശനം. പാക് താരങ്ങൾക്ക് സ്വീകരണം ഒരുക്കുമ്പോൾ പഹൽഗാമിൽ ജീവൻ നഷ്ടമായവരെ മറന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാസമ്പന്നരായ മലയാളികൾ ഇത്തരത്തിൽ സ്വീകരണം നൽകിയത് ശരിയായില്ല. ദൃശ്യങ്ങൾ കണ്ടതോടെ മാനസികമായി തളർന്നുവെന്നും സൂര്യ കൃഷ്ണമൂർത്തി പറഞ്ഞു. വലിയ വിഷമം തോന്നി. അക്ഷരാർത്ഥത്തിൽ തളർന്നു പോയി എന്ന് വേണമെങ്കിൽ പറയാം. അത് കേരളത്തിൽ ജനിച്ച് കേരളത്തിൽ പഠിച്ച് കേരളത്തിൽ നിന്ന് ഡിഗ്രി എടുത്ത് അവിടെ പോയവർ കേരളത്തിനും ഇന്ത്യക്കും എതിരായിട്ടുള്ള ആൾക്കാരെ സ്വീകരിക്കുക എന്നൊക്കെ പറയുന്നത് ആലോചിക്കാൻ കൂടെ വയ്യ. മറ്റൊന്ന്, ഇത് എൻജിനീയേഴ്സാണ്, ബിടെക് അസോസിയേഷനാണ്. ഞാനും ഒരു എൻജിനീയറാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ വേദന തോന്നി. എൻജിനീയേഴ്സ് ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ളൊരു വേദന എനിക്ക് ഉണ്ടായി. പിന്നെ ഈ രണ്ടുപേരുടെ കാര്യമൊന്നും ആർത്തു നോക്കുക. പഹൽഗാം മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ഇന്ത്യയെ ഏറ്റവും കൂടുതൽ മോശമായി വിമർശിക്കുന്നവരാണ് രണ്ടുപേർ. അവരൊക്കെ ഈ ഒരു സ്വീകരണം കൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അതിനോട് യോജിപ്പില്ല. പാകിസ്ഥാൻ ഓഡിറ്റോറിയത്തിൽ വച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നു എങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അതിന് മറുപടി പറയേണ്ടി വരും. കേരളത്തിൽ വെച്ചാണ് ടെററിസത്തിൻ്റെ പാഠങ്ങൾ പഠിച്ചത് എന്ന നാണക്കേട് വഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു നാണക്കേട് ഇപ്പോൾ ഇത് വരുന്നത്. എല്ലാം കൂടി മാനസികമായി തളർന്നു പോകുന്നു. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെയും അംഗമല്ല. പക്ഷേ എൻ്റെ നാട് കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ പെറ്റമ്മ പോലും. അത് തീർച്ചയാണ്. അത് ഞാൻ എവിടെയും പറയും, ആരുടെ മുന്നിലും ഞാൻ അത് പറയും. അവരെ എന്തുകൊണ്ട് ഈ 26 ജീവൻ അവിടെ പൊലിഞ്ഞത് ഓർത്തില്ല, അവരെ ഓർത്തില്ല, അവരുടെ കുടുംബങ്ങളെ ഓർത്തില്ല? അവരെന്തുകൊണ്ട് നമുക്ക് വേണ്ടി ഈ മഞ്ഞിൽ കാവൽ നിൽക്കുന്ന സായുധരായിട്ടുള്ള നമ്മുടെ ജവാന്മാരെ ഓർത്തില്ല? നിസ്സംശയം പറയാം, എനിക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. എൻ്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ കൊടുക്കാനും തയ്യാറാണ്. ഞാനിത് തെറ്റാണ് എന്ന് തന്നെ ഉറച്ചു പറയും. രാഷ്ട്രത്തെ സ്നേഹിക്കുന്നവരാണ് വരേണ്ടത്. വിശദാംശങ്ങളുമായി ശാലിനി ചേരുകയാണ്. ശാലിനി, പഹൽഗാമിൽ ഭീകര ആക്രമണം നടത്തി ആ ഭീകരരെ അനുകൂലിച്ച ഷഹീദ് അഫ്രീദി അടക്കമുള്ളവർക്ക് സ്വീകരണമൊരുക്കിയ ചടങ്ങിനെയാണ് അതിനിശ്ചിതമായ ഭാഷയിൽ അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത്. പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കിയത്? സുരേഷ്, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിലൊരു പ്രതികരണം സൂര്യ കൃഷ്ണമൂർത്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതായത് ദേശീയതയെ അദ്ദേഹം മുറുകെ പിടിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്യുകയാണ്. ഇക്കഴിഞ്ഞ മെയ് 26-ാം തീയതിയാണ് ദുബായിൽ വെച്ച് ഇത്തരത്തിലൊരു പരിപാടിയിൽ അഫ്രീദി അടക്കമുള്ളവർ പങ്കെടുക്കുന്നത്. അതായത് പാക് ക്രിക്കറ്റ് താരങ്ങൾ ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയും മലയാളികളടക്കമുള്ളവർ പങ്കെടുത്ത കുസാറ്റിൻ്റെ ഒരു അലൂമിനി സംഘടനയാണ് അവിടെ ആ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ആ പരിപാടിയിലേക്ക് മലയാളികളടക്കമുള്ളവർ ചേർത്ത് പിടിച്ച് അഫ്രീദിയെ കൊണ്ടുവരുന്നു. ആ വേദിയിൽ അദ്ദേഹത്തിനെ വലിയ രീതിയിൽ ആളുകൾക്ക് പരിചയപ്പെടുത്തുകയും സംസാരിക്കുകയും ഒക്കെ തന്നെ ചെയ്തത് വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പഹൽഗാം അടക്കമുള്ള മേഖലകളിൽ ഭീകരാക്രമണം നടത്തി 26-ലധികം വരുന്ന ജീവനുകൾ പാക് ഭീകരർ ഇല്ലായ്മ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രകോപനം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെയാണ് പാക് ക്രിക്കറ്റ് താരങ്ങളായ ഷാഹിദ് അഫ്രീദി, ഉമർ ഗുൽ അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നും ഭാരതത്തെ അപമാനിച്ചുകൊണ്ടും ഭാരതത്തെ വളരെ മോശം രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടും ഒക്കെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയത്. ഈ പ്രതികരണങ്ങൾ നടത്തി ഭാരതത്തെ അപമാനിച്ച രണ്ടുപേരെ ഭാരതത്തിന്റെ മക്കൾ എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകൾ ദുബായിൽ വെച്ച് ഇങ്ങനൊരു പരിപാടിയിൽ അനുമോദിക്കുകയും അവിടെ വേദിയിൽ വിളിച്ചു വരുത്തി വലിയ രീതിയിലുള്ള സ്വീകരണമൊക്കെ നൽകിയത് ശരിയായില്ല എന്നുള്ളതാണ് അദ്ദേഹം വിമർശിക്കുകയും ചെയ്തിട്ടുള്ളത്. കൃത്യമായി ഈ ഒരു സംഘടനയ്ക്കെതിരെ അല്ലെങ്കിൽ ആ പരിപാടി ഉണ്ടാക്കി അല്ലെങ്കിൽ ആ പരിപാടിയിലേക്ക് അഫ്രീദി അടക്കമുള്ളവരെ ക്ഷണിച്ചുകൊണ്ട് വന്ന സംഘടനയ്ക്കെതിരെ കൃത്യമായ നടപടിയും വേണം. അല്ലെങ്കിൽ അവർ ചെയ്തത് തെറ്റാണ് എന്ന് അവർക്ക് ബോധ്യമുണ്ടാവുകയും അത് തിരുത്തപ്പെടണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ ഘട്ടത്തിൽ സൂര്യ കൃഷ്ണമൂർത്തി ഉയർത്തുന്നത്. രാഷ്ട്രീയമല്ല, രാഷ്ട്രമാണ് വലുത് എന്നുള്ള ഒരു ആപ്തവാക്യത്തിൽ ഊന്നി വേണം ജീവിക്കാൻ. ഒപ്പം തന്നെ ഈ ഇത്രയധികം ആളുകളെ ഇല്ലായ്മ ചെയ്തൊരു രാജ്യമാണ്, ഭീകരരാണ്. ആ ഭീകരരെ അനുകൂലിച്ച് സംസാരിച്ചൊരു വ്യക്തിയാണ്. ആ വ്യക്തിയെ എന്തുകൊണ്ട് മലയാളികളടക്കമുള്ളവർ ഉള്ള ഒരു വേദിയിലേക്ക് വിളിച്ചു വരുത്തി? രാമചന്ദ്രനടക്കമുള്ള കൊച്ചിയിലെ രാമചന്ദ്രനെ അവർ ഓർക്കുന്നില്ലേ? അവരുടെ അടക്കമുള്ളവരുടെ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കാത്തത് എന്തെന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ആസൂത്രണം ചെയ്തല്ല പരിപാടിയല്ല അഫ്രീദി വന്നത് എന്നുള്ള ഒരു പ്രതികരണം ഈ സംഘടന
പ്രതികരണം നടത്തിയ സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ആസൂത്രണം ചെയ്തല്ല തങ്ങൾ വിളിച്ചത് എങ്കിൽ എങ്ങനെയാണ് ഇത്രേ വലിയ രീതിയിലൊരു സ്വീകരണം നൽകിക്കൊണ്ട് ആ വേദിയിലേക്ക് കൊണ്ടുവരികയൊക്കെ തന്നെ ചെയ്തത്? ഒപ്പം തന്നെ പാക് അസോസിയേഷൻ എന്നുള്ള പേരിൽ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിലാണ് ഈ പരിപാടി നടത്തിയത്. അത് മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പേരിലുള്ളൊരു ഹാളായിരുന്നുവെങ്കിൽ എന്തിനവിടെ ഈ സംഘടന അവിടെ പരിപാടി നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂര്യ കൃഷ്ണമൂർത്തി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് ഭാരതപുത്രന്മാരുടെ ജീവൻ ഇല്ലാതാക്കിയ ഒരു ഭീകരാക്രമണമാണ്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇന്ത്യ അത് തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്രയധികം കാര്യങ്ങൾ ഉണ്ടായിട്ടും ഒരു രാജ്യത്തിന്റെ ഭീകരതയ്ക്കെതിരെ ഭാരതം ഒറ്റക്കെട്ടായി നിൽക്കുന്ന സാഹചര്യത്തിൽ എന്തിനാണ് ഇത്തരത്തിലൊരു സ്വീകരണവും ഇത്തരത്തിലൊരു നടപടിയും പരിപാടിയും ഒക്കെ സംഘടിപ്പിച്ചതെന്നുള്ള രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം കൂടിയാണ് ഈ ഘട്ടത്തിൽ സൂര്യ കൃഷ്ണമൂർത്തി ഉയർത്തുന്നത്. പല നേതാക്കന്മാരും പല രാഷ്ട്രീയ നേതാക്കന്മാരടക്കമുള്ളവർ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാത്തതിലുള്ള അമർഷം കൂടി അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം പല മാധ്യമങ്ങളും ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നില്ല. പല പ്രമുഖരായ ആളുകളും പല വിഷയങ്ങളും ഉണ്ടാകുമ്പോൾ പ്രതികരിക്കുന്ന സാംസ്കാരിക രാഷ്ട്രീയ പ്രമുഖരടക്കമുള്ളവർ എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ മാത്രം പ്രതികരിക്കാതെ ഇരിക്കുന്നു എന്നുള്ളതാണ്. തനിക്ക് ഭയമില്ല, തന്നെ ഇനി ആര് എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഭാരതമാണ് തനിക്ക് വലുത്, ഒപ്പം തന്നെ ഭാരതം കഴിഞ്ഞിട്ടുള്ളൂ പെറ്റമ്മ പോലും എന്നുള്ള ഒരു പരാമർശം നടത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഭാരതത്തെ അപമാനിച്ച 2 താരങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകിയതിനെതിരെ, സ്വീകരണം നൽകിയതിനെതിരെ തുറന്നടിച്ചുകൊണ്ട് ഇപ്പോൾ സൂര്യ കൃഷ്ണമൂർത്തി രംഗത്തെത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും രാഷ്ട്രീയത്തിന് അപ്പുറം രാഷ്ട്രത്തെ വലുതായി കാണണം, പെറ്റമ്മയേക്കാൾ മുകളിൽ ഭാരതത്തെ കാണുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ താൻ ഇങ്ങനെ തുറന്നടിക്കുന്നത്. മാനസികമായി വലിയ രീതിയിലുള്ള വിഷമം ഉണ്ടായി ഈ വീഡിയോ കണ്ടപ്പോൾ. ആ വീഡിയോ കണ്ടതിന് ശേഷം പല മാധ്യമ എഡിറ്റോറിയൽ സ്ഥാപനങ്ങളുമായി താൻ ബന്ധപ്പെട്ടിരുന്നു. അവരുടെയൊക്കെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലൊരു വിമുഖത ഉണ്ടായി ഈ വിഷയത്തിൽ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ സൂര്യ കൃഷ്ണമൂർത്തി പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും പല രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാർ ഈ വിഷയത്തിൽ മൗനം തുടരുമ്പോഴാണ് അതിന് എതിരെയും ഒപ്പം തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടും പാകിസ്ഥാൻ ഭീകരതയ്ക്കെതിരെ തുറന്നടിച്ചുകൊണ്ടും സൂര്യ കൃഷ്ണമൂർത്തി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. ജനം ടിവിയോട് പ്രതികരിച്ചിട്ടുമുള്ളത് സുരേഷ്. തന്നെയാണ് പല സാംസ്കാരിക നായകന്മാരും ഈ ഒരു വിഷയത്തിൽ മൗനം പാലിക്കുമ്പോഴാണ്, അർത്ഥഗർഭമായ മൗനം പാലിക്കുമ്പോഴാണ് സൂര്യ കൃഷ്ണമൂർത്തി നിശിതമായ ഭാഷയിൽ ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്.